Happy birthday, dear Joel. Happy birthday to you. അവിടേക്ക് നിന്റെ ഫോട്ടോ എടുക്കട്ടെ. ഇൻസ്റ്റയിലിടാൻ. കേക്ക് മീശ തുറച്ചിടാ. ഈ പൊടി ഇടുന്നു. ആര് കണ്ടില്ലേലും ഞാൻ കാണും. എന്നാ രണ്ടെണ്ണം കൂടി എടുത്തോ. എന്തൊരു ബോറ് പരിപാടിയാ. എന്തിനാ എല്ലാ വർഷവും എൻ്റെ അവളുടെയും ബർത്ത്ഡേക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? നിന്റെയൊക്കെ വളർച്ച അറിയാൻ. എടാ ഒന്നുമില്ല, ഇതൊക്കെ ഒരു ഓർമ്മയ്ക്ക് വെച്ചൂടെ? നിങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ പഠിപ്പും പത്രാസും എന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങ് പോകും. അപ്പൊ ഞങ്ങൾ കിളവനുകളൊക്കെ നോക്കിയൊന്ന് ആസ്വദിക്കാമല്ലോ. ഓ അവന് വീട്ടുകാര് ഫോട്ടോ വെച്ചപ്പോ ഒരു വിഷമം. പുറത്തെ കൂട്ടുകാരായിട്ട് സെൽഫി എടുത്തത് സ്റ്റാറ്റസ് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. എന്റെ ഫോട്ടോ എടുക്കുന്നില്ലേ? നിന്റെ ഫോട്ടോ നിന്റെ ബർത്ത്ഡേക്ക് സെൽഫി എടുക്കുന്നുണ്ടോ ഗ്രൂപ്പായിട്ട്? ഞാനൊന്നുമില്ല. അത് ചേറ്റുവാങ്ങൽ ഇട്ടാച്ചനാ. ഒരു ജീപ്പ് കച്ചവടം ഉണ്ടായിരുന്നേ. എന്നോട് വെച്ചേ സാറില്ലേ? ഇവിടെ ആകപ്പാടെ ഉള്ള ഒരു ജോർജ് സാറാ. അത് ഞാനാ. അല്ല, ജോയൽ സാറില്ലേ? അമ്മേ, ജോയൽ സാറോ? ഒരു ഡെലിവറി ഉണ്ട്. ഓ അത് ശരി. എന്തേ? അല്ല, അവനെ ആദ്യമായിട്ടാ ഒരാള് സാറേന്ന് വിളിച്ച് കേൾക്കുന്നേ. അതുകൊണ്ടാ. ഇങ്ങനെ ഞാൻ കൊടുത്തേക്കാം. ഇല്ലില്ല, ജോയൽ സാർ എന്നെ വന്ന് ഒപ്പിടണം. കമ്പനിയുടെ റൂളാണ്. ഓ, അവൻ കാര്യം റൂൾസ് ഇല്ലാത്തവനാണെങ്കിലും അവൻ ഇടപെടുന്ന ആൾക്കാർക്കൊക്കെ റൂൾസ് ഉണ്ടല്ലോ. സന്തോഷമായി. ഞാൻ വിളിക്കാം. ജോയൽ സാറേ, സാറിനെ കാണാൻ ഒരാള് വന്നേക്കുന്നു. സാറേ, ജോയൽ സാറേ, സാറിന് ഡെലിവറി ഉണ്ട്. എന്നാ ഡെലിവറി ആടാ? ചെറിയൊരു സാധനം. കാശ് ഉമ്മ കളയുക. ഒടുക്കത്തൊരു ഓൺലൈൻ പർച്ചേസ്. കൊറോണ വന്ന് അന്ന് തുടങ്ങിയതാ. എത്ര കാലമായിട്ട് കൊച്ച എടുത്തിട്ട്? അധികമായിട്ടില്ല, പുതിയതെടുത്തതാ. ജോയൽ സാറ് ഡെലിവറി ആയിട്ട് മുകളിലോട്ട് കയറി പോയോ? സാറോ? ആ, നിന്റെ മോനെ ഒരു കൊച്ച് സാറേന്ന്. ഏതായാലും ചത്തില്ല. ഇതാ ഞാൻ പറഞ്ഞ കൊള്ളാന്നേരായിട്ട് കൂട്ടുകൂടണമെന്ന്. മോനെ പണി ഞാനായിട്ട് പാഴ്സലായിട്ട് കൊടുത്തതാ. അവന്റെ ഒരു ഓൺലൈൻ കേക്കായിരുന്നോടാ? എന്നാ ഫ്ലേവറാ? വാനില. വാനില ഒന്നുമല്ല, ബട്ടർ സ്കോച്ചാ. കൊള്ളത്തില്ല. ജനി, നീ എനിക്കിട്ട് പണിതല്ലേ? ആ ലുക്കില് എന്റെ ജോ എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചെന്ന്. നീ നോക്കിക്കോ, അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ പണി തരും. ആ പിന്നെ ജോയലെ, ആ ബോക്സിനകത്ത് വേറെ ചെറിയ ബോക്സ് ഉണ്ട്. അതാണ് ജോയലും ജെനിയുടെ ഗിഫ്റ്റ്. അതിഷ്ടപ്പെട്ടാലേ എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഇനി മോനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആ വാച്ച് കാട്ടിൽ നിന്ന് മാറ്റിക്കും. സാലി, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് പുതിയ 3 സ്കീമുകളാണ് വരുന്നത്. ചോദിച്ചാ ഒന്നൂടെ. അതിന്റെ ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരീസ് ട്രിപ്പാണ് ഓഫർ. ഓ, ഇതിനു മുമ്പുണ്ടായിരുന്ന സിംഗപ്പൂർ ട്രിപ്പിനോ ദുബായ് ട്രിപ്പിനോ ആരാ പോയത്? അപ്പോഴത്തേക്ക് പുതിയ ടാർഗറ്റ് വന്നില്ലേ? അത് തന്നെ, ഇനിയും വരും ടാർഗറ്റ്. ജെനി, മോളെ ജെനി. മോളെ ജെനി, എന്ത് പറ്റി മോളെ? അയ്യോ, കഴിച്ചത് വയറ്റിന് പിടിച്ചിട്ടുണ്ടാവില്ല. പിടിക്കില്ല, നിന്റെ അല്ലേ കുക്കിങ്. പല സന്ദർഭങ്ങളിലും എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലി ഹാർമണി കളയണ്ടെന്ന് വിചാരിച്ച് ഞാനതൊക്കെ അങ്ങ് സഹിച്ച്. മോളെ, ഇന്നിനി മോളൊന്നും കഴിക്കണ്ട കേട്ടോ. റെസ്റ്റ് എടുക്ക്. ചെല്ല്. അല്ല, ഇതൊക്കെ എവിടെ കൊണ്ടുവന്നു? അതെ, നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും കയ്യിൽ നിന്ന് കഴിച്ചാൽ മതി. എന്റെ ഭക്ഷണം കഴിച്ചാൽ ആരെയും വയറ് കേടാക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. നല്ല വിശപ്പുള്ള സമയത്ത് അസ്ഥാനത്ത് തമാശ പറയാൻ പാടില്ല, പട്ടിണിയായി പോകും. ഓ, അവൻ്റെയൊക്കെ ഒരു യോഗം. എന്തോരം ലൈൻ അവന് സെറ്റാവുന്നു. എന്താ ഒരു മൂഡ് ഓഫ്?
ഹലോ സാർ. ജോയലെ, ജോയലിന് ഞാനൊരു 3 വർഷത്തെ സമയം തന്നിരുന്നില്ലേ? അതിനൊരു മാറ്റമുണ്ട്. എന്ത് മാറ്റം? ഇനി 3 മാസമേ ഉള്ളൂ. എന്താ? 3 മാസത്തിനുള്ളിൽ എൻ്റെ വയറ് തീർക്കും. ഞാൻ പ്രഗ്നന്റാ. എന്താ ഇതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെയാന്ന് നിനക്കറിയില്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ജോ. ഇനി നമ്മൾ എന്തോ ചെയ്യും? എന്ത് ചെയ്യാനാ? വയറ് വീർത്തു വരാൻ ഒരു 3-4 മാസം എടുക്കും. അതിനുള്ളിൽ ജോലി റെഡിയാക്കിയിട്ട് എന്നെ കെട്ടാൻ നോക്ക്. ഇത്ര പെട്ടെന്ന്? നമ്മളെ കുട്ടികളല്ലേ. കുട്ടികളോ? അതെ, ആ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റൂ. നമുക്കിത് വേണ്ടെന്ന് വെച്ചാലോ? ഇല്ല, നമുക്കിത് വേണം. ഇത് കളയാൻ മാത്രം ജോനോട് പറയണ്ട. നടക്കില്ല. ഇതിന് ഞാൻ പറഞ്ഞ വഴിയേ നടക്കൂ. അതുവരെ നമുക്കിത് ഒളിപ്പിച്ചു വെക്കണം. ഞാൻ പോവാ. എനിക്ക് വേണ്ടി ഛർദ്ദിക്കാനും തലവറ്റാനൊക്കെ വരുന്നുണ്ട്. നിന്നാ ശരിയാവില്ല. ജെനി, ജോ, ഇതിന്റെ പേരിൽ എന്നെ വേണ്ടാന്ന് വെച്ച് രക്ഷപ്പെടാനാണെങ്കിൽ പൊന്നു മോനെ ഞാൻ വീട്ടിൽ കയറി വരും. മനസ്സിലായോ? അതെന്റെ ജോ ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കൊണ്ടുവിടാം. ഈ സമയത്ത് ബൈക്കിൽ പോയാൽ ശരിയാവില്ല. പിന്നെ ഭയങ്കര ലേറ്റുമായി. ഗോപിക കാറിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഹലോ. അളിയ, ഞാനൊരു കാര്യം പറയട്ടെ? നീ ആരോടും പറയരുത്. എടാ, ഈ ഗർഭമൊക്കെ. ഹലോ. ഒന്നുമില്ല. ഹലോ, പറ, കേൾക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. ഹലോ, എടാ.